ഒരു ജൂറി സിസ്റ്റം പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്നു. ഒരു നാനാവധി കേസ് വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ജൂറി സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നിർത്തലാക്കിയത്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് അതുൽ നമ്മോടൊപ്പം ഉണ്ട്. നാനാവധി ഒരു സാധാരണ ഒരു പാർസി കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നു. അയാളുടെ ജീവിതം വെച്ചാൽ എല്ലാം ഒരു ഓർഡർലി ലൈഫായിരുന്നു. ആ ചിട്ടവട്ടങ്ങൾ അയാളെ നേവിയിൽ കൊണ്ടെത്തിച്ചു. നേവൽ ഓഫീസറുടെ ജീവിതം എന്ന് വെച്ചാൽ എപ്പോഴും പല രാജ്യങ്ങളിലായിട്ടും നേവൽ കപ്പലുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ബ്രിട്ടനിൽ തന്നെ ഒരു സിൽവിയ എന്ന് പറഞ്ഞ ലേഡിയുമായിട്ട് പരിചയപ്പെടുകയും അവിടുന്ന് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സിൽവിയ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ബ്രിട്ടനിൽ നിന്ന് അവിടുത്തെ ജീവിതം മാറി ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഈ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണ വ്യത്യസ്തമായ ജീവിതമാണ് സിൽവിയയ്ക്ക് ഉണ്ടായിരുന്നു. സിൽവിയ അവിടെ വരുന്നു, ഇവിടുത്തെ സിസ്റ്റങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. നാനാവധി ഒരിക്കലും നാട്ടിലുണ്ടാവില്ല, കാരണം നേവൽ ഓഫീസറാണ്. അവർ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും കപ്പലുകളിലായി ബിസിനസ്സുകാരനായ അഹൂജ എന്ന ഒരാളായിട്ട് ബന്ധപ്പെടും ഒരു റിലേഷൻഷിപ്പ് വരുന്നു. അഹൂജ വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ നാനാവധിയിൽ നിന്ന് നേരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. അഹൂജ ഒരു ബാച്ചിലറാണ്, 34-35 വയസ്സുണ്ട്, എൻജോയബിൾ ലൈഫാണ്. നാനാവധി എന്താണോ അതിൽ നേരെ വിപരീതം. അപ്പം നാനാവധി തന്റെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ അഹൂജയുമായിട്ട് എന്താണ് വിവാഹം കഴിക്കേണ്ട രീതിയിൽ അവരുടെ മൈൻഡ് എത്തിയിരുന്നു. അതിനിടയിൽ നാനാവധി ചോദിക്കും സിൽവിയനോട്, എന്ത് പറ്റി സിൽവിയ, അഹൂജയാണോ പ്രശ്നം? അതേ എന്ന് സിൽവിയ മറുപടി പറഞ്ഞു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. നാനാവധി നേരെ പോകുന്നത് നേവൽ ഡോക്യാർഡിലാണ്. നേവൽ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങുന്നു, രജിസ്റ്റർ ഒപ്പിട്ട ഫുൾ ലോഡഡ് ആയ റിവോൾവർ വാങ്ങുന്നു. ഷോപ്പിൽ പോകുമ്പം അവിടെ ആളില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി നാനാവധി ചോദിക്കുന്നു ഈ അഹൂജയോട്, നീ എൻ്റെ ഭാര്യയും മക്കളെയും നല്ലപോലെ നോക്കുമോ, വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്നു. ഐ എം നോട്ട് ഇൻറ്റൻഡിങ് ടു മാരി എവറി പേഴ്സൺ who I slept with. ആ വാക്ക് കേട്ടിട്ട് ഒരു ഒറ്റയടിക്ക് വെടിവെച്ചു പറയുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തു, പോലീസ് റെക്കോർഡിക്കലി അവർ അറസ്റ്റ് ചെയ്യുന്നു. അപ്പം നിയമ സംവിധാനങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, ന്യൂസിൽ മാഗസീൻസിൽ വരാൻ തുടങ്ങി. അപ്പം ഈ പബ്ലിക്കല്ല ഇത് കഥയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പൊതുജനങ്ങൾ മൊത്തം ആരെ കൂടെ ഈ നാനാവധിയിൽ കൂടെയാണ് ഉണ്ടായിരുന്നു. അവസാനം കോടതിയിലെത്തുന്നു. ആ കാലഘട്ടത്തിൽ മുംബൈയിലെല്ലാം വെച്ചാൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക നഗരങ്ങളിലും എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ക്രിമിനൽ ട്രയലിലെ ജൂറികളായിരുന്നു ഉണ്ടാവും. അതായത് പബ്ലിക്കിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും. അവരാണ് വിചാരണ മൊത്തം കാണുക, അവരാണ് വിധി പറയാം. അപ്പം എല്ലാം നോക്കുമ്പോൾ എവിഡൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ജൂറി വിധി പറയുന്നത് എന്താ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിധി, നോട്ട് ഗിൽറ്റി. പബ്ലിക്കിന്റെ ആ വികാരം ഇതിലേക്ക് വരുന്നു, ആ ജൂറിയിലേക്ക് വരുന്നു. ലോന്റെ പെർസെ പറയുന്ന എവിഡൻസ് കാര്യങ്ങളെ നോക്കുമ്പോഴും കുറ്റം ചെയ്തായിട്ടുണ്ട്, പക്ഷെ കമ്മിറ്റ് ചെയ്തതായിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് ജൂറി മൊറാലിറ്റിയും അതുമാത്രല്ല അത് ആ വികാരങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് ആണ് ഈ മർഡർ കമ്മിറ്റ് ചെയ്തത്. സോ heat of the moment he has committed a murder, so he is not found guilty എന്ന രീതിയിൽ വേടിക്കണം.